നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 585 585. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 585. കഴിഞ്ഞ എപ്പിസോഡിൽ 78-ാം സർഗം രാസക്രീഡ പാർട്ട് 2, അതിൽ 29-ാമത്തെ അവസാനത്തെ ശ്ലോകം പറഞ്ഞാൽ നിർത്തിയത്. അഭിമാനം അകക്കുരുന്നിൽ മാഞ്ഞ് അവർ ഒട്ടേറെ വിളങ്ങിടും വിധം അലിവേന്തി അനുഗ്രഹിപ്പതിന് അവിടം തന്നെ മറഞ്ഞു മാധവൻ. അതായത് ഈശ്വരാധീനം കൂടുമ്പോൾ വ്യക്തികൾക്ക് അഹങ്കാരം കൂടിയ മോശമാണ്. അപ്പോൾ ആ അഹങ്കാരത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഭഗവാൻ പെട്ടെന്ന് അന്തർധാനം ചെയ്തു, പെട്ടെന്ന് വാനിഷായിപ്പോയി. അതിൻ്റെ ശേഷം എന്ത് സംഭവിച്ചു എന്നാണ് 79-ാം സർഗം രാസക്രീഡാൻ പാർട്ട് 3 പറയുന്നത്. പെട്ടെന്നു നാഥനെ കാണാൻ എത്രയും കേണുഗോപികൾ ഭാഗ്യത്താൽ കിട്ടിയ മഹാനിധി പോയ പോലവേ. പെട്ടെന്നു നാഥനെ കാണാൻ എത്രയും കേണു ഗോപികൾ ഭാഗ്യത്താൽ കിട്ടിയ മഹാനിധി പോയ പോലവേ. അർത്ഥം വളരെ സ്പഷ്ടമാണ്. പ്രിയൻ്റെ വാക്കും ആ നോക്കും മധുരസ്മിത ഭംഗിയും മറ്റും ഓർത്തോർത്ത് അവർക്ക് ഉൾക്കാമ്പെല്ലാം കൃഷ്ണമയങ്ങളായി. ആ ഒരു അവസ്ഥ നമ്മൾ പ്രാപിക്കണം. കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളില്ലാതെ കണ്ട്, കൃഷ്ണൻ്റെ ഫോട്ടോ ഇല്ലാതെ കണ്ട്, കൃഷ്ണൻ തേജോരൂപമായിട്ട് നമ്മുടെ മനസ്സിൽ ആനന്ദഘനശ്യാമനായിട്ട്, കൂടസ്ഥനായിട്ട്, അന്തര്യാമിയായിട്ട്, സർവജീവഗുഹാശയനായിട്ട്, നമ്മുടെ ഉള്ളിൽ ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്ന പ്രമാണം പോലെ പ്രിയൻ്റെ വാക്കും ആ നോക്കും മധുരസ്മിത ഭംഗിയും മറ്റും ഓർത്തോർത്ത് അവർക്ക് ഉൾക്കാമ്പെല്ലാം കൃഷ്ണമയങ്ങളായി. പാൽ വെണ്ണിലാവും ഇരുളും പല കാട്ടുമരങ്ങളും ചെടിയും പൂവും അല്ല ഓരോരിലതൻ ചലനങ്ങളും. എന്തൊക്കെയാ പറഞ്ഞത്? പാൽ വെണ്ണിലാവും ഇരുളും പല കാട്ടുമരങ്ങളും ചെടിയും പൂവും അല്ല ഓരോ ഇലതൻ ചലനങ്ങളും. കാൺമതും കേൾപ്പതും ചിന്തിപ്പതും ചൊൽവതും ആവിധം സർവം പ്രിയൻ്റെ ഭാവത്താൽ മുടിമിന്നി ഞൊടിക്കകം. കാൺമതും കേൾപ്പതും ചിന്തിപ്പതും ചൊൽവതും ആവിധം സർവം പ്രിയൻ്റെ അഭാവത്താൽ മൂടിമിന്നി ഞൊടിക്കകം. ഭാവത്തിൽ അഭാവം എന്നാണ് ഞാൻ തെറ്റി വായിച്ചു ആദ്യം കേട്ടോ. സർവം പ്രിയൻ്റെ അഭാവത്താൽ മൂടിമിന്നി ഞൊടിക്കകം. പാടുന്നു കൃഷ്ണനെ പോലെ ഒരു പെൺകൊടി ഭംഗിയിൽ പീതാംബരം അതേപോലെ ഉടുത്താൾ ഒരു സുന്ദരി. കൃഷ്ണനെ ഇനാക്ട് ചെയ്യാണ് ഓരോ ഗോപസ്ത്രീകളും. പാടുന്നു കൃഷ്ണനെ പോലെ ഒരു പെൺകൊടി ഭംഗിയിൽ പീതാംബരം അതേപോലെ ഉടുത്തൊരാൾ സുന്ദരി. പൊൻകാപ്പണി മലർക്കൈയിൽ ഓടക്കുഴലെടുത്തുടൻ തൃക്കാൽ പിണച്ചു നിന്ന് അമ്പാർന്ന് ഊതിനാളൊരു പെൺമണി. ഒക്കെ ഭാവാണ്. പൊൻകാപ്പണി മലർക്കൈയിൽ ഓടക്കുഴൽ എടുത്തുടൻ തൃക്കാൽ പിണച്ച് നിന്നു അമ്പാർന്ന് ഊതിനാൾ ഒരു പെൺമണി. ചിലരോതുന്നു ഞാൻ തന്നെ കൃഷ്ണനു പരസ്പരം ആവിധം പരമപ്രേമം തെങ്ങിടുന്ന ധന്യകൾ. ചിലരോതുന്നു ഞാൻ തന്നെ കൃഷ്ണനെന്ന്. ഇവിടെ വാ, നീ ആരെ തരണത്? എടി ഞാനാണ് കൃഷ്ണൻ.
ആഹാ, നിനക്ക് തെറ്റുപറ്റി. ഞാനാണ് കൃഷ്ണൻ. ഇങ്ങനെ പരസ്പരം അഹം ബ്രഹ്മാസ്മിയിലെത്തി. ചിലവർ പറയും തത്വമസി. ഓ ശരി, സമ്മതിച്ചടി, നീ ആരെ തേടുന്നു അതന്നെയാണ് നീ. അപ്പോൾ വേറോട് പറയുക, ഓ പിന്നെ പ്രജ്ഞാനം ബ്രഹ്മ, ഓ നിനക്ക് നീ അറിവുള്ളവളാണല്ലേ ഞങ്ങളെക്കാളിലൊക്കെ. അപ്പോൾ വേറൊരിടത്ത് അങ്ങനെ പറയണ്ട, അയമേവ ബ്രഹ്മം, ഞാൻ ബ്രഹ്മമാണ് എന്ന്. ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ അനുകരിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് അനുകരിച്ചു. അതാവാം. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മുട്ടുംകാലിൽ കയ്യുകുത്തി നിന്നിട്ട് ആനയാണെന്ന് പറഞ്ഞ് കളിക്കണില്ലേ, അതാവാം. അതെപ്പോൾ? കുട്ടികൾക്ക് സന്തോഷമുള്ള കാലം വരെ അല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. അപ്പം ഇവിടെ ചിലരോതുന്നു ഞാൻ തന്നെ കൃഷ്ണൻ എന്ന് പരസ്പരം ആവിധം പരമപ്രേമം മുൾത്തിങ്ങീടിന ധന്യകൾ. അവരാരാ? ധന്യകൾ. ധന്യോസ്മി. ആകാശം പോലെ സർവത്ര നിറഞ്ഞുള്ളവനെങ്കിലും തങ്ങൾ തൻ പ്രിയനെ കാണാഞ്ഞ് ആകുലപ്പെട്ടു ഉറക്കവേ ചോദിച്ചു വൃക്ഷങ്ങളോടും മൃഗങ്ങളോടും എത്രയും ഭാഗ്യത്താൽ മാത്രം മുളവാം ഭ്രാന്തിയാർന്ന മനോജ്ഞകൾ. അവിടെ ഭ്രാന്തി എന്നുള്ളതിന് ഉന്മാദം എന്നുള്ള അർത്ഥം പറയണം. ഉന്മാദം എന്ന് പറഞ്ഞാൽ അവരാരാണെന്ന് അവർക്ക് അറിയാണ്ടേ ഉള്ളൂ. അവർ ഗോപസ്ത്രീകളാണ് എന്നുള്ള ധാരണയില്ല, ഉന്മാദമാണ്. ഞാൻ ഭഗവാനാണ്, ഇത്രയേ ഉള്ളൂ. ഭഗവാൻ എൻ്റെയാണ്. അത് ഭഗവാൻ ഞാനെന്നല്ല, ഭഗവാൻ എൻ്റെയാണ്. അപ്പോൾ ആകാശം പോലെ സർവത്ര നിറഞ്ഞുള്ളവനെങ്കിലും തങ്ങൾ തൻ പ്രിയനെ കാണാഞ്ഞ് ആകുലപ്പെട്ട് ഉറക്കവേ ചോദിച്ചു വൃക്ഷങ്ങളോടും മൃഗങ്ങളോടും എത്രയും ഭാഗ്യത്താൽ മാത്രം മുളവാം ഭ്രാന്തിയാർന്ന മനോജ്ഞകൾ. ഭാഗ്യത്താൽ ഈ ഭ്രാന്തി വരുമെന്ന് പറഞ്ഞാൽ തലയ്ക്ക് സുഖമില്ലായ അല്ല പറഞ്ഞത്. തലയ്ക്ക് സുഖമായി എന്നുള്ളത് തലയുടെ ഉള്ളിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്, ബ്രെയിൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ആ ബ്രെയിനിന് എത്രത്തോളം വികസിക്കാൻ പറ്റും, ആ ബ്രെയിനിന് നമ്മളെ ഓരോരുത്തരെയും എത്രത്തോളം ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്താൻ സാധിക്കും. ഏതാ ഏറ്റവും വലിയ ഉത്തുംഗ ശൃംഗം? എവറസ്റ്റ് അല്ല, പിന്നെയോ വൈകുണ്ഠപദം. വൈകുണ്ഠൻ്റെ പദം അവിടേക്ക് എത്തിയണു അവർ. അത് ഹൈഡ്രോളിക്സ് ജാക്കി സിസ്റ്റമാണ്, കാറ്റാണ് കൊണ്ടുപോകണമെന്നും വരുന്നതൊക്കെ. അതായത് അവർക്കൊന്നും അറിയില്ല, അവർക്ക് സ്വിച്ച് ഇടാൻ അറിയില്ല, ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ചോദിച്ചു വൃക്ഷങ്ങളോടും മൃഗങ്ങളോടും എത്രയും ഭാഗ്യത്താൽ മാത്രമുളവാം ഭ്രാന്തിയാർന്ന മനോജ്ഞകൾ. അരയാൽ മരമേ കണ്ടോ നീ കൃഷ്ണനെ. ഞങ്ങൾ തൻ ചിന്തമൊക്കെയും കവർന്ന് ഈ വഴിയിൽ കൂടി പോയ നന്ദകുമാരനെ കണ്ടുപോ നീ. ഈ വഴി കൂടെ പോയോ? ഒന്ന് പറഞ്ഞു തരൂ പ്ലീസ്. ഞങ്ങൾ തൻ ചിത്തമൊക്കെയും കവർന്നെന്നാ, ഞാൻ എന്തോ തെറ്റി വെച്ചിട്ടുണ്ടാവും. തങ്ങൾ തൻ ചിത്തം ഒക്കെയും കവർന്ന്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, ഭഗവാൻ എവിടെയാണ് ഇരിക്കണത്? മനസ്സിലെന്ന് പറയരുത്, ചിത്തത്തിൽ, ആകാശത്തിൽ, ചിതാകാശത്തിൽ. മനസ്സ് കുരങ്ങനെ പോലെ പുറത്തു പോണത്, ആ മനസ്സിനെ ഭഗവാന് കൊടുക്കണം. അപ്പോൾ ചിത്തചോരനെ കണ്ടുപോ, ചിത്തത്തെ കൊണ്ടുപോയ കള്ളനെ കണ്ടുവോ. അപ്പോൾ അരയാൽ മരമേ കണ്ടോ ഞങ്ങൾ തൻ ചിത്തമൊക്കെയും കവർന്ന് ഈ വഴിയിൽ കൂടിപ്പോയ നന്ദകുമാരനെ. വലിയോർ ഞങ്ങളോടേതും മിണ്ടുന്നില്ല. അശോകമേ, ഒരു അശോകമരം ഇവിടെ നിൽക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ശോകമില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ ശോകമുള്ള ഞങ്ങൾക്ക് അശോകമില്ലാത്ത അവസ്ഥയെ ഒന്ന് പ്രദാനം ചെയ്യുമോ? നീയിട്ട് കണ്ടുവോ? നിനക്കിപ്പോൾ ഇതിലൊന്നും ലേനാക്കിയാ ദേന. നീ അശോകമാണ്, ശോകമില്ലാത്തവളാണ്. ഞങ്ങളങ്ങനെയല്ല. അപ്പോൾ വലിയോരെ ഞങ്ങളോടേതും മിണ്ടുന്നില്ല. അശോകമേ
നിൻ ചോട്ടിൽ നിന്നിട്ടുണ്ടാവാം നീരജാക്ഷൻ ഒരുത്തിരി. ഞങ്ങൾ അദ്ദേഹത്തിനെ സദാസമയം സ്വരം കടത്തുന്ന ആൾക്കാരാണ്. ഇവിടെ വരൂ കൃഷ്ണ, നീ എന്തിനാ അവളുടെ അടുത്ത് പോയത്? അപ്പോൾ ഭഗവാൻ അശോകത്തിൻ്റെ താഴെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടാവും. കാരണം അവൾ ശോകമില്ലാത്തവളാണ് കവിഭാവന. ചില ബുദ്ധിയില്ലാത്തവർ പറയും അശോകം വെച്ച് പിടിപ്പിക്കരുത്, സീതേനെ പോലെ ആവുന്നത്. അത് അശോകം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ നിൻ ചോട്ടിൽ നിന്നുണ്ടാവാം നീരജാക്ഷൻ ഒരുത്തിരി, തോഴൻ്റെ ചുമലിൽ തൃക്കൈ വെച്ച് വിഷേകമോഹനൻ ചൊൽവീല നിങ്ങൾ പുരുഷപക്ഷപാതികളാകയാൽ. അയ്യോ, ആശ്ചര്യം. എന്താ വ്യാസര പരമശുണ്ടാവും? തോഴൻ്റെ ചുമലിൽ തൃക്കൈ വെച്ചു വിഷേകമോഹനൻ ചൊൽവീല നിങ്ങൾ പുരുഷപക്ഷപാതികളാകൽ. അപ്പോൾ അശോകത്തിനെ മെയിലായിട്ടാണ്, പുരുഷനായിട്ടാണ് കണ്ടിട്ടുള്ളത്. ശോകമില്ലാത്തവർ പുരുഷന്മാരെ, ശോകമുള്ളവർ സ്ത്രീകളെന്ന് സംഖ്യ. ആലോചിച്ച് നോക്കണം. ഇവിടെ ഇപ്പം എന്തൊക്കെയാണ് കളിതമാശയല്ല, സീരിയസ് കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങളുടെ അശോകത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം നിന്നിട്ടുണ്ടാവും ഭഗവാൻ. കാരണം ആരും ചോദിക്കില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, തോഴൻ്റെ ചുമലിൽ തൃക്കൈ വെച്ചു വിഷേകമോഹനൻ ചൊൽവീല നിങ്ങൾ പുരുഷപക്ഷപാതികളാകയാൽ. നിങ്ങൾക്ക് സ്ത്രീകളുടെ ശോകം കാണുന്നത് രസമാണെന്നാണ് തോന്നണത്. കൃഷ്ണപ്രിയേ, ആരാ? തുളസി. കൃഷ്ണപ്രിയേ തുളസി നീ കാണും തീർച്ചാ മുകുന്ദനെ. അതൊക്കെ വേദാന്താണ്. ഇതൊന്നും നമുക്ക് മനസ്സിലാവണില്ല. കൃഷ്ണപ്രിയേ തുളസി നീ കാണും തീർച്ചാ മുകുന്ദനെ. കാരണം ഒരു ഈശ്വരാരാധന തുളസി ഇല്ലാണ്ട് പരിപൂർണ്ണമാവില്ല. ഇപ്പോൾ നമ്മൾ റോസാപ്പൂ കൊണ്ട് മാത്രം വാസനപ്പൂവല്ലേ എന്ന് വിചാരിച്ച് പൂജിച്ചിട്ട് കാര്യമില്ല. ഒരു തുളസിയുടെ ഇല വേണം. തുളസി ഉണ്ടെങ്കിൽ ഈ തുളസി ഈ കളഭം അല്ലെങ്കിൽ അതെ ചന്ദനോടത്തിൽ എന്താ അല്ലെങ്കിൽ ജലം ശംഖുതീർത്ഥം തളിക്കാനൊക്കെ എന്താ ഉപയോഗിക്കുക? തുളസിക്കതിരെ നൂല് ചുറ്റിയിട്ട്. തുളസി ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. തുളസി വെള്ളമാണ് മരിക്കണ ആൾക്ക് കൊടുക്കുക. അപ്പോൾ കൃഷ്ണപ്രിയേ, വേറൊരു പുഷ്പത്തിനും കൃഷ്ണപ്രിയ എന്ന് പറയില്ല. അതിൻ്റെ കഥകളൊക്കെ ഭയങ്കരമാണ്. എത്ര ആൾക്കാർ അറിയുമെന്ന് എനിക്കറിയില്ല. മഹാലക്ഷ്മി പാലാഴി മന്ദാനം ചെയ്യുമ്പോൾ ഉണ്ടായതാണ്. ഓക്കെ, അപ്പം തന്നെയാണ് എന്താ പറയുക, ഐരാവതം എന്നുള്ള ആന അത് ഇയാൾ കൊണ്ടുപോയി. നമ്മുടെ വാസവൻ, അതായത് ഇപ്പോഴത്തെ മന്ത്രി അല്ല കേട്ടോ, അത് പറയണ്ട, ഇന്ദ്രൻ. അപ്പോൾ അതിമനോഹരമായിട്ട് ഉച്ചൈസ്രവസ് പറഞ്ഞിട്ടൊരു കുതിര വന്നു. അപ്പോൾ ഈ ഐരാവതത്തിനേക്കാൾ ഉച്ചൈസ്രവസ് എന്ന കുതിരയ്ക്ക് മഹാലക്ഷ്മീനെ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് താല്പര്യം. സഹോദരി സ്ഥാനമാണല്ലോ. അങ്ങനെ ഒരു പ്രാവശ്യം ഇന്ദ്രൻ്റെ അവിടുന്ന് ഉച്ചൈസ്രവസ് വരുമ്പോൾ പെങ്ങൾക്ക് മനസ്സിലായി, സഹോദരിക്ക് മനസ്സിലായി. അപ്പോൾ തൻ്റെ മടിയിൽ മഹാവിഷ്ണുവിൻ്റെ കാല് കയറ്റി വെച്ച് തലോടി കൊടുക്കുകയാണ്. ഒരു സെക്കൻഡ് തലോടിയില്ല. സഹോദരനെ വിചാരിച്ചു എന്നാ, ഉടനെ ശപിച്ചു എന്നാ, നീ ഒരു കാട്ടുചെടിയായിട്ട് പോട്ടെ. പിന്നെ കഥകൾ പലതും ഉണ്ട്. ഗംഗ ശപിച്ചു. അതൊക്കെ എന്താ, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഭഗവാന് ഏറ്റവും പ്രിയമുള്ള പുഷ്പം തുളസി. അതുകൊണ്ടാണ് കൃഷ്ണപ്രിയേ തുളസി നീ കാണും തീർച്ചാ മുകുന്ദനെ നിൻ പ്രീതിയാലകറ്റുന്നില്ല അളിയെ പോലും അച്യുതൻ. നിൻ പ്രീതിയാലകറ്റുന്നില്ല അളിയെ പോലും. വണ്ട് മുരണ്ട് വരുമ്പോൾ ആ വണ്ടിനെ കൂടി ഭഗവാൻ എന്ത് ചെയ്യില്ല, മാറ്റില്ല.
അളിയെപ്പോലും അച്യുതൻ. കാരണം അത്രയും എന്താണെന്നാ പറയുക, സെക്വേർഡാണ് തുളസി ഭഗവാന്റെ കയ്യിൽ. മാൻപെഴും മല്ലികേ, മാൻപെഴും മല്ലികേ, മല്ലിക ഒരു പൂവ്. നിന്നെ ചൂടും മാധവനെങ്ങു പോയി. നിന്നെ കിരീടത്തിൽ വയ്ക്കും മൂപ്പര്. അപ്പോൾ മാൻപെഴും മല്ലികേ നിന്നെ ചൂടും മാധവൻ എങ്ങു പോയി. കൃഷ്ണൻ, കൃഷ്ണൻ്റെ ദാസിമാരോട് നീയും മോതില്ല പേടിയാൽ. ഞങ്ങളൊക്കെ ദാസിമാരാണ്. നിങ്ങൾ ചിലവർ കാലിലിരിക്കണോ, പിന്നെ മാറിലിരിക്കണോ, ചിലവർ ശിരസിലിരിക്കണോ. ഞങ്ങൾ പാവം ദാസിമാർ. ഞങ്ങളോട് എന്തിനാ പറയാതെ ഇരിക്കണത്? പരമാർത്ഥം എവിടും തേന്മാവാദിയാം ഫലവൃക്ഷമേ. അവരെ ഇപ്പോൾ ഭഗവാൻ കണ്ടത് പകരെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ എന്നും അവരെ ചെയ്യില്ല. കാരണം എന്താ? പരമാർത്ഥം എവിടും തേന്മാവാദിയാം. തേന്മാവ്, ആ മാങ്ങയ്ക്ക് തേനിൻ്റെ മാധുര്യം. അപ്പോൾ പരമാർത്ഥം എവിടും തേന്മാവാദിയാം ഫലവൃക്ഷമേ മാഴും ഞങ്ങളോടോതണം കൃഷ്ണനെ കാൺമതാം വഴി. കൃഷ്ണനെ കാണുന്ന വഴി ഞങ്ങളോടൊന്ന് പറയൂ. ഭൂമി നീ ആർന്നതാം പുണ്യം ഉപേന്ദ്രസ്പർശരൂപമോ. ആഹാ, കഥകൾ എത്രയാണ് വരുന്നത്. ഭൂമി നീ ആർന്നതാം പുണ്യം. നിൻ്റെ പുണ്യം എന്താ? ഉപേന്ദ്രസ്പർശരൂപമോ. ഉപേന്ദ്രൻ വാമനനായിട്ട് തന്നെ അളന്നു മൂപ്പരില്ലേ. അല്ലെങ്കിൽ തന്നെ നമുക്ക് വിഷ്ണുവിൻ്റെ പത്നിയാണ്, നീ ആൾ ഭയങ്കരയാണ്. എപ്പോഴൊക്കെ നിനക്ക് ഭാരം തോന്നിയോ ആ ഭാരം. ഞങ്ങൾക്ക് എത്ര കാലമായി പണിയെടുക്കണു. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലാതാ. നിൻ്റെ ഭർത്താവ് അങ്ങനെയല്ല. നിനക്ക് സങ്കടം വന്നാൽ സഹിക്കില്ല. അപ്പം മൂപ്പര് അവതാരം എടുത്തിട്ട് സജ്ജനങ്ങളെ സംരക്ഷിക്കും, ദുർജനങ്ങളുടെ ഭാരം ഇല്ലാണ്ടായി. ഭാവനയ്ക്ക് വല്ല കമ്മിയും വേണോ ഹരിദാസേ? അപ്പോൾ ഇവിടെ പറയണു, നീ ഭൂമി നീ ആർന്നതാം പുണ്യം ഉപേന്ദ്രസ്പർശരൂപമോ വരാഹസംഗമയോ കൃഷ്ണ പാദാബ്ജപുളകാഞ്ചിതേ. അല്ല, നിനക്ക് വരാഹസംഗമോ ആണോ? വരാഹം പന്നിയായിട്ട് തന്നെ പാതാളത്തിൽ നിന്ന് ഉദ്ധരിച്ച് വന്നില്ലേ കള്ളി. നിനക്കൊരു കുഞ്ഞുണ്ടായത് ഓർക്കണുണ്ടോ? അവനെ ഭഗവാൻ കൊല്ലും, അത് വേറെ കാര്യം. എന്നാലും നിനക്കൊരു കുഞ്ഞുണ്ടായതാ. ആലോചിച്ച് നോക്കൂല്ലേ? കഥ വളരെ രസമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വരാഹസംഗമോ കൃഷ്ണപാദാബ്ജ പുളകാഞ്ചിത്. കൃഷ്ണപാദാംബുജ പുളകാങ്കിത്. പുളകാങ്കിത് കൃഷ്ണൻ്റെ പാദസ്പർശം കൊണ്ട് പുളകം കൊള്ളുന്നവളെ എന്നാണ്. ദ്രോഹി അല്ലേ? ഗോവിന്ദൻ അഭിനന്ദിച്ചോ. അല്ല, കാന്തയോടൊപ്പം അണയും അച്യുതൻ നിന്നെ നോക്കിയോ. കാന്തയോടൊപ്പം അണയും അച്യുതൻ നിന്നെ നോക്കിയോ. മാൻ പേടേ. ഒരു മാൻ അവിടെ നിൽക്കുന്നുണ്ട്. മാൻ പേടേ. പെൺമാടെ നീ കണ്ടോ? ഒരാളെ എപ്പോഴും സ്ത്രീകളില്ലാണ്ട് പോവില്ല. ആരെ? കൃഷ്ണൻ. അങ്ങനെയാണ് അയാളുടെ സ്വഭാവം. ഇനിയിപ്പോൾ 16,000 വെൽക്കം പോവുക അത്ര. കുറേ കഴിഞ്ഞാൽ മൂപ്പരതൊക്കെ ചെയ്യും. അപ്പോൾ കാന്തയോടൊപ്പം അണയും അച്യുതൻ എന്നെ നോക്കിയോ. മാൻപേടേ പനിനീർ പൂവിതൽ ചൂടിക്കൊഴിഞ്ഞതാം ഗോവിന്ദൻ അഭിനന്ദിച്ചോ വണങ്ങും നിന്നെ വൃക്ഷമേ. ഒരു വൃക്ഷം അവിടെ നിൽക്കുന്നുണ്ട്. ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് റോസാപ്പൂ ദളങ്ങൾ. അപ്പോൾ മൂപ്പര് ഈ ദാസിമാർ ചോദിക്കുക, അല്ല കൃഷ്ണൻ്റെ ഒപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ? മൂപ്പര് വെറുതെ സ്നേഹം കൊണ്ട് തലേന്ന് തലോടിയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ തലയിൽ കൈ വയ്ക്കണം, കുജത്തിൽ കാല് വെക്കണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളാരും അറിയാണ്ട് ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിർത്തി തലോടിയോ. പൂവിൻ്റെ ഇതൾ ഇവിടെ കാണുന്നുണ്ട്. സംഗതി എന്താണെന്ന് പറയൂ.
ഗോവിന്ദൻ അഭിനന്ദിച്ചോ വണങ്ങും നിന്നെ വൃക്ഷമേ, പ്രിയതന്മയിൽ മുട്ടിക്കൊണ്ട് അലിവേന്തി നടക്കവേ. ഓഹ്, പ്രിയൻ്റെ മെയ്യിൽ, പ്രിയതന്മേയിൽ, പ്രിയതൻ അതായത് വല്ല സ്ത്രീകളുടെ ഒപ്പോ വേറെ വല്ലവരുടെ ഒപ്പോ, പ്രിയതന്മയിൽ മുട്ടിക്കൊണ്ട് അലിവേന്തി നടക്കവേ. തേന്മാവിനെ പുൽകിടും ഈ വള്ളി ചോദിക്കിൽ ഓതിടും. അപ്പോൾ ഒരു തേന്മാവിൻ്റെ മുകളിൽ ഒരു വള്ളി ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട്. എന്നാൽ അവൾ പറയുമോ, തേന്മാവിൻ്റെ അവൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ അല്ലേ. തേന്മാവിനെ പുൽകിടും ഈ വള്ളി ചോദിക്കിൽ ഓതിയിടും. എന്നാൽ അവളോട് ചോദിക്കാം, തൻ തൃക്കൈ മുട്ടിയാം നോക്കുമ്പോൾ കാഞ്ചിതയാണിവൾ, തൻ തൃക്കൈ മുട്ടിയാം തൻ തൃക്കൈ മുട്ടിയാം നോക്കുമ്പോൾ കാഞ്ചിതയാണിവൾ. ഈ വണ്ണം ഉന്മത്തകളെ പോലെ കൃഷ്ണൈക ചിന്തകൾ കാണിച്ച ഭഗവത് ലീലയോരോന്ന് അതിസുന്ദരം. എന്താ അവസാനം പറഞ്ഞത്? ഈ വണ്ണം ഇങ്ങനെ ഉന്മത്തകളെ പോലെ കൃഷ്ണൈക ചിന്തകൾ, കൃഷ്ണനെ മാത്രം ചിന്തിക്കുന്നവരെ കാണിച്ച ഭഗവത് ലീലയോ ഓരോന്ന് അതിസുന്ദരം. യശോദയായൊരുവൾ ചെന്നെടുത്താൾ മറ്റൊരുത്തിയെ. ഒരുത്തി, ഞാൻ യശോദയാണ്, നീ കൃഷ്ണൻ, നീ ഇങ്ങോട്ട് വാ, ഞാനൊന്ന് എടുക്കട്ടെ തന്നെ. വേറെ യശോദയായൊരുവൾ ചെന്നെടുത്താൽ മറ്റൊരുത്തിയെ കൃഷ്ണനെന്ന് വിളിച്ച് അമ്പാറിനോടൻ അമ്മിഞ്ഞയകിലാൾ. മൈ ഗുഡ്നസ്, ആലോചിച്ച് നോക്കണം. ഇത് കുറച്ച് കുടിച്ചോളൂ, ആലോചിക്കണം. ഈ സ്നേഹം ഘനീഭവിച്ച് പ്രേമായാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഈ ഹിസ്റ്റീരിയ പറഞ്ഞല്ലേ. യശോദയായൊരുവൾ ചെന്നെടുത്താൽ മറ്റൊരുത്തിയെ കൃഷ്ണനെന്നു വിളിച്ച് അമ്പാറിനുടൻ മിന്നയേകനാൽ മുട്ടുകുത്തി ഇഴിഞ്ഞാൾ അന്നൊരു ഗോപികമല്ലവേ. മുട്ടുകുത്തി, ഞാൻ കൃഷ്ണനാണ് വഴിമാറു, ഞാൻ മുട്ടുകുത്തി നടക്കട്ടെ. മുട്ടുകുത്തി ഇഴഞ്ഞാളന്നൊരു ഗോപികമല്ലവേ, പൊൻകിങ്ങിണി കിലുക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ്റെ മാതിരി. അപ്പോൾ ഇവരൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ കിങ്ങിണി ഇങ്ങനെയാണ് കിലുക്കുക ഭഗവാൻ പറഞ്ഞിട്ട് കാലിലെ പാദസരം കിലുക്കി. ചില ഗോപികൾ ഗോപാലബാലരായി ഉല്ലസിക്കാം. ചിലവർ ഞങ്ങൾ കൃഷ്ണൻ്റെ ചങ്ങാതിമാരാണ്. ചില ഗോപികൾ ഗോപാലബാലരായി ഉല്ലസിക്കാം. ഓടക്കുഴൽ വിളിച്ചാൽ മറ്റൊരു ഗോപി മനോജ്ഞമായി പീലിയും മുടിയിൽ ചൂടി മാർത്തട്ടിൽ വനമാലയും അണിഞ്ഞ് കൃഷ്ണനെ പോലെ നടന്നാൾ ഒരു പെൺമണി. ഭയങ്കര കോമഡി ആയിരുന്നു. എല്ലാവരും മിമിക്രിയാണ്. പീലിയും മുടിയിൽ ചൂടി മാർത്തട്ടിൽ വനമാലയും അണിഞ്ഞ് കൃഷ്ണനെ പോലെ നടന്ന ആളൊരു പെൺമണി. നന്നത്രയും നന്നേ വരും വാഴ്ത്തി നിൽക്കവേ ചന്താഹാർ മൊട്ടും ചുഴറ്റിക്കൊണ്ട് അശോകത്തിൻ്റെ ചോട്ടിലായി മഞ്ഞ പൂമ്പട്ടൊടുത്തേറെ മിന്നി നിന്നൊരു ഗോപിക. ഒരുത്തി പെട്ടെന്ന് സാരി എന്തോ അറിയില്ല, മഞ്ഞപ്പട്ട് ഉടുത്ത പോലെ ആക്കി. മഞ്ഞ പൂമ്പട്ടൊടുത്തേറെ മിന്നി നിന്നൊരു ഗോപിക. എവിടെ നിന്നത്? നന്നത്രയും നന്നേ വരും വാഴ്ത്തി നിൽക്കവേ ചന്താർ മൊട്ടും ചുഴറ്റിക്കൊണ്ട് അശോകത്തിൻ്റെ ചോട്ടിലായി. അശോകവൃക്ഷത്തിൻ്റെ ചോട്ടിൽ ഒരു ചന്താമരത്തണ്ട് ഇങ്ങനെ കയ്യിൽ വീശിയിട്ട്, ഞാൻ കൃഷ്ണനാണ്, എനിക്ക് ദുഃഖമില്ല, നിങ്ങളെന്ന് എനിക്ക് കാണണ്ട. അങ്ങനെ ഒരുത്തി ആക്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്നിട്ടോ ചൊല്ലിനാൾ എത്രയും നന്നായി വന്നത് അന്തർജനങ്ങളെ പറഞ്ഞു. എന്തൊക്കെയാ അന്തർജനങ്ങളെ? എവിടുന്നാണ് വരുന്നത്? വല്ലതും വീണു പോയി, എന്താ തിരയണത് നിങ്ങൾ? അങ്ങനെ ചൊല്ലിനാൾ എത്രയും നന്നായി വന്നത് അന്തർജനങ്ങളെ ഈ വണ്ണം കൃഷ്ണനെ തന്നെ തിരിഞ്ഞ് ഒട്ടേറെ മാർഗവേ കണ്ടാൾ നാഥൻ്റെ തൃപ്പാദ ചിഹ്നം ഓരോരു ഗോപിയും. ഭഗവാന്റെ കാലടി, ഇതാ ഒരു കാലടി.
അതിനേക്കാൾ കനം ഇവിടെ ഉണ്ടെന്നാ വേറൊരാളെ. അപ്പോൾ ആ വഴിക്കാ പോവുക, ഈ വഴിക്കാ പോവുക. എന്നാൽ കുറച്ച് നേരം അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുമോ? ഈ വണ്ണം കൃഷ്ണനെ തന്നെ തിരഞ്ഞൊട്ടേറെ മാർഗവേ കണ്ടാൾ നാഥൻ്റെ തൃപ്പാദ ചിഹ്നം ഓരോരു ഗോപിയും. അത് കഴിഞ്ഞിട്ട് ആ മൂന്നാമത്തെ ഭാഗം 28ാമത്തെ ശ്ലോകം അവസാനിക്കുകയാണ്. അതുവിധം അവർ വീണ്ടും വീണ്ടും അന്വേഷണം ചെയ്തളവ്. അതായത് ഈ കാലിൻ്റെ അവിടെയും കാണാണ്ട് ഇവിടെയും കാണാണ്ട് ഒരു കാലടി കുറച്ച് ഭൂമിയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇയാൾ വല്ലവരും ഏറ്റി നടന്നു. നമ്മൾ വന്നവരൊക്കെ ഇല്ലേ, അങ്ങനെ ഉണ്ടല്ലോ. ആരെങ്കിലും ഒരാളെ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചുമലിൽ കയറിയിട്ടുണ്ടാവും, പാപം എടുക്കാൻ വയ്യാതെ കണ്ട് പരവശനായിട്ടുണ്ടാവും. അതാണ് ഒരു കാല് കുഴിഞ്ഞതായിട്ട് കാണുന്നുണ്ടല്ലോ. ആളുടെ തന്നെയാണ്, വലത് കാല് തന്നെയാണ്. ഇടത് കാല് പൊന്തിച്ച് നടക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. അതുവിധം അവർ വീണ്ടും വീണ്ടും അന്വേഷണം ചെയ്തളവ്. എവിടെ അന്വേഷിച്ചത്? അകത്തേക്ക്. ഇതുവരെ അവർ പുറത്താണ് നോക്കിയത്. അപ്പോൾ അതുവിധം അവർ വീണ്ടും വീണ്ടും അന്വേഷണം ചെയ്തുള്ളവർ ആ അളവിൽ ഒരുവളും തൻ കൂടെ ഉണ്ടെന്ന് ഗൂഢം അറിവിയലുകയാൽ ഒട്ട ഈർഷയും മോദവും. ഒരാൾ കൂടി ഇയാളുടെ ഒപ്പം പോയിട്ടുണ്ട്. അത് അയാളുടെ കാലല്ല. നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ലേ നോക്കാറുള്ളൂ. ഈ പെണ്ണുങ്ങളുടെ കാര്യം നമ്മൾ നോക്കാറുണ്ടോ? നമ്മുടെ ഒപ്പമുള്ളവൾ ആരെങ്കിലും കൂടെ പോയിട്ടുണ്ടാവും. തൻ കൂടെയുണ്ടെന്ന് ഗൂഢം അറിവിയൽ ഉലകയാലൊട്ട ഈർഷ്യം. അറിവിയൽ അറിയ കാരണം ഒട്ട ഈർഷ്യയും മോദവും ചേർന്ന് അധിക വിവശന്മാരായോതീ നാരീ പ്രകാരം വളരെയധികം വിഷമിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ആ 28ാമത്തെ ശ്ലോകം. അതുവിധം അവർ വീണ്ടും വീണ്ടും അന്വേഷണം ചെയ്തളവിൽ ഒരുവളും തൻ കൂടെയുണ്ടെന്നു ഗൂഢം അറിവിയലും അറിവ് ഇയലുകയാൽ അറിയുകയാൽ എന്നർത്ഥം. ഇയലുകയാം ആൾ ഒട്ട ഈർഷ്യയും മോദവും ചോർന്ന് അധിക വിവശമാരായോതീ നാരീ ഇപ്രകാരം. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ഏകോന അശീതീതമസർഗ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 80ാം സർഗം. രാസക്രീഡ 4. ഇപ്പം നിങ്ങളെക്കാൾ ആകാംക്ഷ എനിക്കാ. ഈ നാരി എന്ത് പറഞ്ഞു എന്ന് എനിക്കറിയണം. ഒരു താല്പര്യം അത്രേ ഉള്ളൂ. ഭഗവാനെ പറ്റിയിട്ടല്ലേ, ആര് പറഞ്ഞാലും നമ്മൾ കേൾക്കണ്ടേ. പയോരുഹാക്ഷൻ താമ്രദാക്ഷൻ തന്നെ അർത്ഥം പറയാം. ചുമലിൽ തൃക്കൈ വെച്ച് നടക്കവേ പതിഞ്ഞു കാൺമോരിപ്പാദമാരുടേതെന്നു ചൊല്ലുവിൻ. കൃഷ്ണൻ്റെ പാതാരവിന്ദത്തിൻ്റെ ഒപ്പം വേച്ചൊരാൾ നടന്നിട്ടുണ്ട്. മൂപ്പരുടെ ചുമലിൽ എനിക്ക് പരിചയമില്ല, നിങ്ങൾക്ക് പരിചയമുണ്ടോ? പയോരുഹാക്ഷൻ ചുമലിൽ തൃക്കൈ വെച്ചു നടക്കവേ പതിഞ്ഞു കാൺമൊരിപ്പാദന്മാരുടേതെന്നു ചൊല്ലുവിൻ. ആരായാൽ എന്ത് ഈശ്വരനെ ആരാധിച്ചളവാണവൾ. അവിടെയാണ് അവർക്ക് കുശുമ്പില്ല, കുരുട്ടില്ല. ആരായിക്കോട്ടെ, അവൾ നമ്മളെക്കാളിലും ഈശ്വരനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഈശ്വരനെ പ്രീതിപ്പെടുത്തിയിട്ടുണ്ടാവും. അവളുടെ ഭാഗ്യം. നമ്മളല്ലല്ലോ എടുത്ത് നടക്കേണ്ടത്, അയാളല്ലേ. ആലോചിച്ച് നോക്കൂ. ആരായാൽ എന്ത് ഈശ്വരനെ ആരാധിച്ചവളാണവൾ. അതല്ല ഈ നമ്മെ കൈവിട്ടുകൈ കൊണ്ട് അവളെ സ്വയം, നമ്മളെനൊക്കെ വിട്ടിട്ട് ഇവളെ മാത്രം കൊണ്ട് സ്വയം ആർത്തൻ തൃപ്പാദപാംസുക്കൾ മൂർധാവാൽ ബ്രഹ്മദേവനും ശിവനും ലക്ഷ്മിയും പാപശാന്തിയോർത്തു വഹിക്കയാം. ഇങ്ങനൊക്കെ കയ്യെ കെട്ടിയോരെ എടുത്ത് നടക്കുന്ന ആളുടെ പാദപത്മങ്ങളാണ് എന്ത് ചെയ്യണത്?
ആർത്തൻ തൃപ്പാദപാംസുക്കൾ കാലിലെ പൊടിപടലങ്ങളെ മൂർധാവാൻ ബ്രഹ്മദേവനും ശിവനും ലക്ഷ്മിയും പാപശാന്തിയോർത്ത് വഹിക്കയാം. ഭഗവത് പാതാരവിന്ദത്തിലെ ധൂളികളെ സ്വന്തം ശിരസിൽ സ്വന്തം നെറ്റിയിൽ ചാർത്തണത് പാപശാന്തിയോർത്ത് വഹിക്കയാം. ആ ഒരു ധാരണ വേണം. ആ നമ്മൾ തൻ കാന്തനെ ഈ വിധം ഒറ്റക്കെ അണഞ്ഞവൾ വശീകരിപ്പതോർത്തിയിടൽ പൊറുത്തിയിടേണ്ടതെങ്ങിനെ. നിങ്ങളൊരു കാര്യം ചെയ്യുന്നു, ഇപ്പോൾ പോയ ആളേനെ നമ്മൾ എപ്പോഴാണ് കാണുമെന്ന് അറിയില്ല. ഇവളെ കയ്യിൽ കിട്ടിയ നമ്മളെന്താ ചെയ്യേണ്ടത്? ആദ്യം തലമുടി പിടിച്ച് വലിക്കണോ, അതോ അവളെ ഉന്തിത്തള്ളി വല്ല പൊട്ടക്കണറ്റിൽ ഇടണോ, ചവിട്ടി മെതിക്കണോ, എന്താ വേണ്ടത് പറയൂ. ആ നമ്മൾ തൻ കാന്തനെ ഈ വിധം ഒറ്റയ്ക്ക് അണഞ്ഞവൾ വശീകരിപ്പതോർത്തിയിടിൽ പൊറുത്തിടേണ്ടതെങ്ങനെ. എങ്ങനെ ഇവിടെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് 5ാമത്തെ ശ്ലോകം. കാൺമീല എങ്ങും എങ്ങും ആ പാദം നടന്നിടാത്ത പെണ്ണിനെ. അവളെ ഏറ്റി നടത്തുണ്ടോന്നാണ് അറിയാതെ അല്ലേ, ആളെ ഏറ്റി നടത്തുണ്ടോന്നാണത്. ആ കാൺമീല എങ്ങെങ്ങും ആ പാദം നടന്നിടാത്ത പെണ്ണിനെ ഗോവർദ്ധനോധാരി അലിഞ്ഞെടുത്താൻ കാമലമ്പടൻ. ഇനി ഇതിനേക്കാൾ ചീത്ത വിളിക്കാനില്ല. കാമലമ്പടൻ എന്നാ പറഞ്ഞു. എൻ്റെ പോലെ ധൈര്യം വരുമോ? ഋഷിമാർക്ക് നമുക്ക് പറയാൻ പറ്റുമോ? അതാണ് മിസ് ക്ലീൻ ആരെ? ഗോപികമാർ. കാൺമീല അങ്ങെങ്ങും ആ പാദം നടന്നിടാത്ത പെണ്ണിനെ ഗോവർദ്ധനോദ്ധാരി അലിഞ്ഞെടുത്താൻ കാമലമ്പടൻ കനമേറ്റി നടന്നിടും കാർവർണ്ണൻ്റെ പാദാംബുജം. അതാണ് അധികം ഈ മണ്ണിൽ പതിഞ്ഞതിനു കാരണം. ഭഗവാന്റെ കാല് ഇത്ര താഴണമെന്നുണ്ടെങ്കിൽ നല്ല ഭാരിച്ച ഒരാളേനെ അടുത്തുള്ളത്, അല്ലെങ്കിൽ ഇത്ര താഴില്ല. പുല്ലിൻ്റെ മുകളിൽ പാദം മുഴുവൻ താണുന്നു ഭഗവാൻ തന്നെ, വേറെ ഒരാളുടെ അല്ല. കാരണം അത് മാത്രമാണ് മനസ്സിൽ. ഭഗവത് പാതാരബന്ധങ്ങൾ സുസ്ഥിരമായി മനസ്സിൽ വെച്ചാൽ സ്ഥിതപ്രജ്ഞ എന്നുള്ള ഭാവത്തിൽ കാണുന്നതൊക്കെ ഭഗവാനായിട്ട് തോന്നും. അവൻ എങ്ങനെയായാലും ഇവളൊരു കേമിയാണ്, കുറച്ച് കനമുള്ളവളാണ് അവള്. പക്ഷെ അദ്ദേഹത്തിന് എന്താണ്, ഇപ്പോൾ കുറച്ച് കാലം മുമ്പല്ലേ ഗോവർദ്ധന പർവ്വതത്തിനെ വിരലിൻ്റെ മുകളിൽ 7 ദിവസം വെച്ചത്. പക്ഷേ അന്നൊക്കെ നമ്മൾ ആരാധിച്ചു മൂപ്പരെ. ഇപ്പം അത് വേണ്ടിയെന്നില്ല തോന്നുകയാണ്. നമ്മുടെ കൂടെ തടിയുള്ളവൾ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ ആദ്യം നോക്കൂ. അപ്പോൾ അവൾക്കു പൂവറുത്തേകി നാഥനെന്നതു വാസ്തവം. വായ അല്ലേ? അവൾക്ക് പൂവറുത്തേകി നാഥനെന്നതു വാസ്തവം. കാൺമു പാദാഗ്രങ്ങൾ മാത്രം കുഴിഞ്ഞിവിടെ നോക്കും. ഈ പൂച്ചെടിയുടെ ചോട്ടിൽ പൂക്കൾ ഒരു ഭാഗത്തേ ഉള്ളൂ, ബാക്കി അല്ല ഒരു മറ്റേ ഭാഗത്തേ ഉള്ളൂ, ഈ ഭാഗത്തില്ല. ഇത് അദ്ദേഹം എടുത്ത അവളുടെ തലയിൽ ചൂടി കൊടുത്തിട്ടുണ്ടാവുന്നതാ. മൂപ്പരാണെങ്കിൽ എത്തി വലിഞ്ഞിട്ടുണ്ടാവും. എത്തി വലിയുമ്പോൾ കുതികാല് പൊന്തും. അപ്പോൾ കാലിൻ്റെ അഗ്രം ഭൂമിയിൽ തൊടണം, അല്ല കൂടുതൽ പ്രഷർ വന്നിട്ടുണ്ടാവും. ആ 5 പേരിലും അങ്ങനെ ഇല്ലേ? ഒന്ന് താന്ന് വന്ന് നോക്കൂ. ഒന്ന് മേപ്പിട്ട് നോക്കി ഒരാൾ ഈ ഭാഗത്ത് പൂവ് കാണാനില്ല, ഈ ഭാഗത്ത് നിന്ന് തന്നെ എത്തണത്. ഇതന്നെ ലക്ഷണം. ലക്ഷണം നോക്കുന്ന ആൾക്കാരാ, ഒക്കെ വലിയ പഠിപ്പുള്ളവരാ സർവശൈലി. അതല്ല അവൾക്ക് പൂവറുത്തേകി നാഥൻ എന്നതു വാസ്തവം. കാൺമു പാദാഗ്രങ്ങൾ മാത്രം കുഴിഞ്ഞ ഇവിടെ നോക്കുവിൻ. അതല്ല ഇലഞ്ഞിപ്പൂമാല കെട്ടിച്ചൂടിച്ചു കേശവൻ. സംശയമില്ല, ഇവിടെ കുറച്ച് ഈ ഇലഞ്ഞിയുടെ പൂവ് വളരെ ചെറുതാണ്. ഒരു കുന്നിക്കുരുവിൻ്റെ ഒക്കെ അത്രേ ഉള്ളൂ. അതിന് നടുവിലൊരു ഓട്ടയുണ്ട്, അത് കൂടെ ഇങ്ങനെ കുട്ടികൾ നൂലൊക്കെ ഇട്ട് ചേർക്കും. അതും ഇവിടെ കൊഴിഞ്ഞ് വീണിട്ടുണ്ട്. അതല്ല ഇലഞ്ഞിപ്പൂമാല കെട്ടിച്ചൂടിച്ചു കേശവൻ. ഇങ്ങ് മോഹിനിതൻ പിന്നിലിരുന്നിട്ടുണ്ട് തീർച്ചയാം. ഇങ്ങ് ആ മോഹിനിതൻ പിന്നിൽ ഇരുന്നിട്ടുണ്ട് തീർച്ചയാം.
ശുഖബ്രഹ്മർഷി ഉൾക്കണ്ണാലതെല്ലാം കണ്ടു ചൊല്ലിനാൻ. അതാണ് ഈ രാസക്രിയയുടെ ആരാ വിവരിച്ചത്? പരീക്ഷത്തിനോട് വിവരിച്ചത് ശുഖബ്രഹ്മർഷി. ശുഖബ്രഹ്മർഷി ഉൾക്കണ്ണാലതെല്ലാം കണ്ട് ചൊല്ലിനാൻ. ഒന്നിലും താൻ മയങ്ങാത്തോരാത്മാരാമനും ഈ വിധം. പറയുമ്പോൾ ശുഖബ്രഹ്മർഷി ആരാ? ആത്മാരാമനാണ്. എന്നിട്ടും ഇത്ര സ്ത്രൈണഭാവം എങ്ങനെ വിവരിച്ചത്? അത് കാട്ടിക്കൊടുത്തു അദ്ദേഹം. ആരെ? കള്ളകൃഷ്ണൻ. ശുഖബ്രഹ്മർഷി ഉൾക്കണ്ണാലതെല്ലാം കണ്ടു ചൊല്ലിനാൻ. ഒന്നിലും താൻ മയങ്ങാത്തോരാത്മാരാമനും ഈ വിധം. രമിച്ചാനവളോടൊപ്പം അത്യന്തം ഭക്തവത്സലൻ. രമിച്ചാൻ കളിച്ചുണ്ണു. കയ്യ കോർത്ത് കളിച്ചുണ്ണോ അതോ ഇനി തോളത്ത് കൈ പിടിച്ചിട്ടിട്ട് അവരിങ്ങനെ വട്ടം ചുറ്റി എന്താ കളിച്ചെന്ന് നമുക്കറിയില്ല. രമിച്ചാൻ അവളോടൊപ്പം അത്യന്തം ഭക്തവത്സലൻ. പെൺചാപല്യം കാമിദൈന്യം ഇവ മന്നിന്നു കാട്ടുവാൻ. പെൺചാപല്യം, പെണ്ണുങ്ങളെ ചാപല്യം, കാമി ദൈന്യം ഇവ മന്നിന്നു കാട്ടുവാൻ. ലോകരെ കാണിക്കാനാണ് ഇതൊക്കെയെന്ന്. രമിച്ചാൻ അവളോടൊപ്പം അത്യന്തം ഭക്തവത്സലൻ. പെൺചാപല്യം കാമി ദൈത്യം ഇവ മന്നിന്നു കാട്ടുവാൻ. മറ്റോരെ വിട്ട് അത്യധികം ലാളിച്ചാൻ അവളെ പ്രഭു. നമ്മളേനൊക്കെ വിട്ടിട്ട് അവളേനെ കുറച്ച് സീരിയസ് ആയിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. മറ്റോരെ വിട്ട് അത്യധികം ലാളിച്ചാൻ അവളെ പ്രഭു. ആ മഹാഭാഗയും ചുറ്റു ഞെളിഞ്ഞ് ഈ വിധം മോദിനാൾ. നടപ്പാൻ കാട്ടിലേട്ടേതും എനിക്കാവില്ല കേശവാം. ഈ നനഞ്ഞോടത്ത് കുഴിയാത്തൊരു സമ്പ്രദായമുണ്ട്. അപ്പോൾ എല്ലാവരിൽ നിന്നും ഒരുത്തീനെ പിടിച്ച് കൊണ്ടുവന്നു, പൂവറുത്ത് കൊടുത്തു. പിന്നെ അവളെ മാറ്റി തോന്നുന്നു. വേറൊരുത്തിക്ക് മറ്റേ എലഞ്ഞിപ്പൂവിൻ്റെ മാലയൊക്കെ കെട്ടിക്കൊടുത്തു. അങ്ങനെ മാറി 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 നോക്കുമ്പോൾ ഒരുത്തി പറയാണ്, അല്ല ഞാനേ നല്ല പൂഴിമണ്ണിൽ നടന്നിട്ടുള്ള പരിചയമുള്ളൂ. എനിക്ക് കാട്ടിലിങ്ങനെ നടക്കുമ്പോഴേ കല്ലും മുള്ളൊക്കെ കുത്തുമ്പോൾ എനിക്ക് പറ്റില്ല, ഒന്ന് എടുക്കും എന്നെ. പറയാലോ, തനിക്ക് വയ്യാണ്ടാണെങ്ങനെ പറയാ? കുറച്ച് കാലം മുമ്പ് ഗോവർദ്ധന എടുത്ത ആളല്ലേ. ഞാനൊരു സിമ്പിൾ ലേഡി അല്ലേ, ഇള്ളയിൽ വെച്ചൊരു മേനിയാളുകളുള്ളവളാണ് ഞാൻ. അങ്ങനെയാണ് നാട്യം. അപ്പോൾ പറഞ്ഞു, മറ്റോരെ വിട്ട് അത്യധികം ലാളിച്ചാൻ അവളെ പ്രഭു. ഒരുത്തിനെ പ്രഭു കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കാണിച്ചു. ആ മഹാഭാഗയും ചെറ്റു ഞെളിഞ്ഞ് ഈ വിധം മോദിനാൾ. നടപ്പാൻ കാട്ടിലൊട്ടേതും എനിക്കാവില്ല കേശവ. തളർന്നോരെന്നെ നീ മെല്ലെ എടുത്തോളൂ മഹാഭുജ. എന്താ നീളം കയ്യൻ്റെ, എന്താ ബലം. തളർന്നോർ എന്നെ നീ മെല്ലെ എടുത്തോളൂ മഹാഭുജ. ഉടൻ തൻ ചുമലിൽ കയറാനരുൾ ചെയ്തു മഹാപ്രഭു. കയറിക്കോളൂ. ഉടൻ തൻ ചുമലിൽ കയറാനരുൾ ചെയ്തു മഹാപ്രഭു. പട്ടുചേല ഒതുക്കിക്കൊണ്ട് അതേനളവൊരുങ്ങവേ പട്ടുചേല ഒതുക്കിക്കൊണ്ട് അതിനളവൊരുങ്ങവേ മറഞ്ഞാനവിടെ തന്നെ. ആള് ഭയങ്കര കില്ലാടിയാണ് കൃഷ്ണനെ. കേട്ടാം ഇങ്ങോട്ട് വരും. ഞാൻ ഈ മുണ്ടൊന്ന് ശരിക്കും കൊടുക്കട്ടെ. ശരി, തലയിൽ കിരീടമൊക്കെ ഒന്ന് നേരെയാക്കി 2 കൈ കൊണ്ടും എടുത്ത് പൊന്തിച്ചിട്ട് വേണമല്ലോ തോളത്ത് കയറ്റാൻ. അപ്പോൾ കൊമ്പും കുഴലൊക്കെ അരയിൽ തിരികെ. എന്നാ ശരി, ഒന്നിങ്ങനെ കൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊന്തിക്കാൻ നോക്കണ സമയത്ത് ആളാട് മറിഞ്ഞു വീഴല്ല, ആൾ മാഞ്ഞു പോയി, വാനിഷായി. മൈ ഗോഡ്. ഉടൻ തൻ ചുമലിൽ
കേറാൻ അരുൾ ചെയ്തു മഹാപ്രഭു പട്ടുചേലയൊതുക്കിക്കൊണ്ട് അതിനളവ് ഒരുങ്ങവേ മറഞ്ഞാനവിടെ തന്നെ മാഴിയൊട്ടേറെ മാനിനി എന്ന് പറഞ്ഞാൽ മാനമുള്ളവളെന്ന് അർത്ഥേ. കാരണം ഭഗവാനോട് എന്നെ എടുക്കണത് പറയണമെങ്കിൽ എത്രത്തോളം വേണം? മറഞ്ഞാനവിടെ തന്നെ മാഴ്കിയിട്ടോറേ മാനിനി കരഞ്ഞാൽ കാട്ടിൽ ഈ വണ്ണം ഇരുളിൽ കൈവിടായിക നീ. ഭഗവാനെ കൃഷ്ണവോ, ഇരുട്ടത്ത് വലയിടൂ, എന്നെ കൈവിട്ടിട്ട് തട്ടുക, ഉറക്കെ നിലവിളിക്കുക. അഹങ്കരിച്ചു ഞാൻ എന്തോ ചൊല്ലിപ്പോയൻ മഹാപ്രഭു. ക്ഷമിക്കണം കൃഷ്ണ, ഇരുട്ടത്ത് കണ്ണ് കാണാനില്ല. എല്ലാവർക്കും അങ്ങനെ, കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ പറയാം, ഞാനേ ഒറ്റയ്ക്കാവുമ്പോഴേ എന്നോടാണ് കുറച്ച് താല്പര്യം കേട്ടുക. കുറച്ചൊരു അഹങ്കാരം കൊണ്ട് പറഞ്ഞത്, അങ്ങോട്ട് വരും, മറിഞ്ഞു നിൽക്കുന്നു വേണ്ട. അങ്ങനെ അഹങ്കരിച്ചു ഞാൻ എന്തോ ചൊല്ലിപ്പോയൻ മഹാപ്രഭോ, തൃപ്പാദദാസി ഞാൻ ചെയ്തോരപരാധം പൊറുത്തുടൻ പാൽ പുഞ്ചിരി പൊഴിച്ചന്നൻ മുമ്പാകെ എഴുന്നള്ളണം. മുഖം കൂർപ്പിച്ചെൻ്റെ അടുത്തേക്ക് വരണ്ട കേട്ടോ. പിന്നെ എങ്ങനെയാണ് വരേണ്ടത്? പാൽ പുഞ്ചിരി പൊഴിച്ച് എൻ മുമ്പാകെ എഴുന്നള്ളണം. നടന്നുകൊള്ളാം നിൻ കൂടെ എങ്ങും എൻ പ്രാണവല്ലഭ. ആലോചിച്ച് നോക്കൂ, എന്നെ കൊണ്ട് അങ്ങയ്ക്ക് ഒരു ഉപദ്രവമില്ല, ഞാൻ നടന്നോളാം. എന്നെ എടുക്കും വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ മുമ്പിലൊന്ന് വന്ന് പെട്ടാൽ മതി. പാൽ പുഞ്ചിരി പൊഴിച്ച് ഒന്ന് എൻ മുമ്പാകെ എഴുന്നള്ളണം. നടന്നുകൊള്ളാം നിൻ കൂടെ എങ്ങും എൻ പ്രാണവല്ലഭ. അപ്പോൾ അറിയാണ്ട് ഭഗവാന്റെ അടുത്ത് പോയിട്ട് കാറ് വാങ്ങിത്തരണം എന്നൊന്നും പ്രാർത്ഥിക്കരുത്. ഉള്ളതുകൊണ്ട് നടന്നോളാമെന്ന് പറഞ്ഞു നോക്കൂ, അപ്പോൾ കാറ് വാങ്ങിത്തരും. ഈ കുട്ടികളോട് ഏത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞാൽ അവർ ചെയ്യില്ല, ഏത് ചെയ്യണ്ടെന്ന് പറഞ്ഞു അതവർ ചെയ്യും. എന്നാൽ അപ്പോൾ കുറച്ച് കളിക്കാൻ പോയിക്കോളൂ, പോവില്ല. അങ്ങനെയാണ്. കുറച്ച് പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ പഠിക്കില്ല, കളിക്കാൻ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ എന്നാൽ ഞാൻ 2 അക്ഷരം പഠിച്ചോളാം എന്നാണ്. അത് അങ്ങനെയാണ്. പാൽ പുഞ്ചിരി പൊഴിച്ചൊന്നൻ മുൻപാകെ എഴുന്നള്ളണം. നടന്നുകൊള്ളാം നിൻ കൂടെ എങ്ങും എൻ പ്രാണവല്ലഭ. ഈ വണ്ണം വിലപിച്ചിടും സൗഭാഗ്യവതി രാധയെ ഇന്ദീവിരാക്ഷൻ തേടി വന്നു മറ്റുള്ള ഗോപികൾ. ഇത് രാധയെന്നാണ് പറഞ്ഞത്. ഞാനെന്തോ അഹങ്കാരം കൊണ്ട് പറഞ്ഞു, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നടന്നോളാം, ഇങ്ങോട്ട് വന്നാൽ മതി. ഇന്ദീവരാക്ഷനെ തേടി വന്ന മറ്റുള്ള ഗോപികൾ അവർ കണ്ടു. തനിയെ കണ്ടു ചോദിച്ചത് എന്താശ്ചര്യമാം സഖി. അല്ല രാധ, ഞങ്ങൾ വിചാരിച്ചു നെൻ്റൊപ്പുണ്ടാവുമെന്ന്. അങ്ങനെയാണല്ലോ എല്ലാവരും ലോകര് പറഞ്ഞത്. ദ്വിഭുജ കൃഷ്ണൻ ഗോലോകത്തിലെ രാധാറാണി കൺസോർട്ടാണ്. ഇപ്പം എന്ത് പറ്റി? ഇത്ര ദൂരം ഒറ്റയ്ക്കാക്കി പോയില്ലേ? വിശ്വസിക്കാൻ കൊള്ളില്ല. കുറേ കാലമായി ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണു, ഒന്നും ഒരു അനക്കമില്ല. എങ്ങനെയാണ് അനങ്ങണത്? എന്താ പ്രാർത്ഥിക്കണത്? അവൻ ദൈവം ഇത് കാറ് വാങ്ങണമെന്നൊന്നും പറയരുത് കേട്ടോ. അത് ഞാൻ പറയാം, വീട് അതാണ് ഈ നിഷ്കാമകർമ്മം ചെയ്യാൻ പറഞ്ഞതേ. നിഷ്കാമം കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മബലം തരുന്നത് ഈശ്വരനല്ലോ. ചെയ്തുകൊണ്ടേയിരിക്കുക, കൈവിടില്ല എന്നുള്ളത് ഉറപ്പാണ്, അതെനിക്കറിയാം. നിങ്ങൾ എന്ത് തന്നെ അപരാധം ചെയ്താലും ഭഗവാൻ കൈവിടില്ല നമ്മളെ. പക്ഷേ എപ്പോഴും എന്ത് വേണം? വിലപിക്കണം, കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഈ വണ്ണം വിലപിച്ചിടും സൗഭാഗ്യവതി രാധയെ ഇന്ദീവരാക്ഷനെ തേടി വന്ന മറ്റുള്ള ഗോപികൾ തനിയെ കണ്ടു ചോദിച്ചാർ, ഇതെന്താശ്ചര്യം സഖി. മുകുന്ദൻ തന്നെ ഒട്ടേറെ ലാളിച്ചതും അതേവിധം. നീ ഇങ്ങനെ കേട് വരാൻ കാരണം മുകുന്ദൻ തന്നെ ഒട്ടേറെ ലാളിച്ചതും അതേവിധം. തെറ്റാൽ കൈവിട്ടതും കേട്ട് വിസ്മയപ്പെട്ടു സർവരും. ഞാൻ ചെറിയൊരു അപരാധം പറഞ്ഞു, എന്നെ ഇതാ വിട്ടിട്ട് ഇരുട്ടത്ത് പോയി, ഞാൻ എന്താ ചെയ്യുക?
തനിയെ കണ്ടു ചോദിച്ചാരെന്താശ്ചര്യമാം സഖി മുകുന്ദൻ തന്നെ ഒട്ടേറെ ലാളിച്ചതും അതേവിധം തെറ്റാൽ കൈവിട്ടതും കേട്ട്. ഇത് നമുക്കൊരു ഇൻഡിക്കേഷനാണ്. തെറ്റാൽ കൈവിട്ടതും കേട്ട് വിസ്മയപ്പെട്ടു സർവരും. നിലാവൊട്ടൊട്ടു കാൺമോളം കാട്ടിലെങ്ങും മുകുന്ദനെ തിരിഞ്ഞു ഗോപിമാരെല്ലാം മടങ്ങി ഇരുളാകവേ. കൃഷ്ണൈക ചിത്തകൾ മറന്നീടിനാർ മറ്റു സർവവും. കൃഷ്ണൈക ചിത്തകൾ മറന്നീടിനാർ മറ്റു സർവവും. യമുനാ പുളനത്തിൽ ആവിധം വിളികേട്ടങ്ങൻ ഉടനെത്രയും ക്ഷണം. വിളികേട്ടു ഭഗവാൻ. യമുനാ പുളിനത്തിൽ ആവിധം വിളികേട്ട അങ്ങുടനെത്രയും ക്ഷണം. അരവിന്ദലോചനൻ കനിഞ്ഞ് അണവാനിങ്ങനെ പാടി ധന്യകൾ. അതായത് വന്നിട്ടില്ല, വരൂ വരൂ എന്ന് പറഞ്ഞ് വിളിപ്പിച്ച് പാടുകയാണ്. അവസാനത്തെ ശ്ലോകം കേട്ടോ, 21ാമത്തെ ശ്ലോകം. ഏത് 80ാം സർഗം രാസക്രിയുടെ 4. ഇനിയുണ്ട് 4 ഉണ്ടാവും. 4 ഇനിയുണ്ട് അത്രയല്ലേ. യമുനാ പുളിനത്തിൽ ആവിധം വിളികേട്ട് അങ്ങുടൻ എത്രയും ക്ഷണം അരവിന്ദലോചനൻ കനിഞ്ഞ അണിവാൻ ഇങ്ങനെ പാടി ധന്യകൾ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ അശീതിതമസർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം. ഭക്തിയുടെ മാധ്യമത്തിൽ കൂടി ഏകാന്ത ചിന്തയിലിരിക്കുന്നവർക്ക് കൃഷ്ണൻ കൈവിടില്ല. ഏകാന്ത ചിന്ത, ഭഗവാനേ ശരണം, ഭഗവാനേ ശരണം, ഭഗവാനേ ശരണം. തരുന്നതിൽ സംതൃപ്തി ഉണ്ടാവുക, ഭഗവാൻ തരുന്നതിൽ സംതൃപ്തി ഉണ്ടാവുക. ഒന്നും ചോദിച്ചു വാങ്ങാതെ ആ പരമ്പൊരുൾ നമ്മളെ കൈവിടില്ല എന്ന സത്യത്തെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.